JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡിവിഷണൽ അക്കൗണ്ടന്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ട പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇന്ന് നമ്മൾ ഡിവിഷണൽ അക്കൗണ്ടന്റിന്റെ സിലബസ് പ്രകാരമുള്ള എല്ലാ ടോപ്പിക്കിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ക്ലാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. എല്ലാവരും കൃത്യമായിട്ട് തന്നെ ക്ലാസ്സുകൾ കാണുക. അതോടൊപ്പം തന്നെ ക്ലാസ്സുകളെല്ലാം തന്നെ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ? Which of the following is not a basic accounting equation component? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യ ഘടകമല്ലാത്തത്? ഏതാണ്? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏതാണ് അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യ ഘടകമല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്, എക്സ്പെൻസസ് ആണ് അല്ലേ? എക്സ്പെൻസസ് ആണ് അടിസ്ഥാന അക്കൗണ്ടിംഗ് സമവാക്യ ഘടകമല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ജേർണൽ? ഒരു ജേർണലിന്റെ ഉദ്ദേശം എന്താണ്? പർപ്പസ്, ഉദ്ദേശം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ടല്ലേ? അതിൻ്റെ അകത്ത് ഏതാണ് ഒരു ജേർണലിന്റെ ഉദ്ദേശം എന്താണ്? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ, ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ്. ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ജേർണൽ? ടു റെക്കോർഡ് ഓൾ ട്രാൻസാക്ഷൻസ് ഇൻ എ ബിസിനസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ലെഡ്ജർ? ഒരു ലെഡ്ജർ എന്താണ്? നിങ്ങൾ ഇതൊക്കെ പ്രത്യേകമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അത് അറിയാതിരുന്നാൽ വളരെയധികം പ്രയാസമാണ്. കാരണം എന്താ വെച്ചാൽ ഇന്റർവ്യൂവിനൊക്കെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്കും ഇന്റർവ്യൂവിനും ഒക്കെ തന്നെ ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്. വാട്ട് ഈസ് എ ലെഡ്ജർ? എന്താണ് ലെഡ്ജർ? 4 ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണല്ലേ, എ ബുക്ക് വേർ അക്കൗണ്ട്സ് ആർ ഗ്രൂപ്പ്ഡ് ബൈ കാറ്റഗറി. എന്താണ് ഒരു ലെഡ്ജർ എന്ന് പറഞ്ഞാൽ? എ ബുക്ക് വെയർ അക്കൗണ്ട്സ് ആർ ഗ്രൂപ്പ്ഡ് ബൈ കാറ്റഗറി. അതാണ് ഒരു ലെഡ്ജർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അക്കൗണ്ട് ഈസ് ടിപ്പിക്കലി ഇൻക്രീസ്ഡ് വിത്ത് എ ഡെബിറ്റ് എൻട്രി? വിച്ച് അക്കൗണ്ട് ഈസ് ടിപ്പിക്കലി ഇൻക്രീസ്ഡ് വിത്ത് എ ഡെബിറ്റ് എൻട്രി? ഡെബിറ്റ് എൻട്രി ഉപയോഗിച്ച് സാധാരണയായി ഏത് അക്കൗണ്ട് ആണ് വർദ്ധിക്കുന്നത്? ഏത് അക്കൗണ്ട് ആണ് ഡെബിറ്റ് എൻട്രി ഉപയോഗിച്ച് സാധാരണയായി വർദ്ധിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? അസറ്റ്സ് ആണ് അല്ലേ? അസറ്റ്സ് അക്കൗണ്ട് ഈസ് ടിപ്പിക്കലി ഇൻക്രീസ്ഡ് വിത്ത് എ ഡെബിറ്റ് എൻട്രി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ട്രയൽ ബാലൻസ്? ഒരു ട്രയൽ ബാലൻസ് എന്താണ്? ആർക്കൊക്കെ അറിയാം ഒരു ട്രയൽ ബാലൻസ് എന്താണ് എന്ന്? അറിയാവുന്നവരൊന്ന് ഉത്തരം കണ്ടുപിടിച്ചേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? വാട്ട് ഈസ് എ ട്രയൽ ബാലൻസ്? എ ലിസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ആൻഡ് ദെയർ ബാലൻസസ്. എ ലിസ്റ്റ് ഓഫ് ഓൾ അക്കൗണ്ട്സ് ആൻഡ് ദെയർ ബാലൻസസ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ബാലൻസ് ഷീറ്റ്? ഒരു ബാലൻസ് ഷീറ്റിന്റെ ഉദ്ദേശം എന്താണ്? ആർക്കൊക്കെ അറിയാം ഒരു ബാലൻസ് ഷീറ്റിന്റെ ഉദ്ദേശം എന്താണെന്ന്? പലരും ബാലൻസ് ഷീറ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ബാലൻസ് ഷീറ്റ് അറിയുകയും ചെയ്യാം. പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ? എന്താണ് ഒരു ബാലൻസ് ഷീറ്റിന്റെ ഉദ്ദേശം എന്താണ്? കണ്ടുപിടിച്ചോ? ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ടു സമ്മറൈസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ഒരു ബാലൻസ് ഷീറ്റിന്റെ ഉദ്ദേശം എന്താണ്? ടു സമ്മറൈസ് അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് ഇക്വിറ്റി അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഇൻ ടൈം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കറണ്ട് അസറ്റ്? അതായത് ഈ താഴെ പറയുന്നതിൽ ഏതാണ് നിലവിലെ ആസ്തി അല്ലാത്തത്? കറണ്ട് അസറ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. ഏതാണ്? ലാൻഡ് ആണ് അല്ലെ? ലാൻഡ് ആണ് നോട്ട് എ കറണ്ട് അസറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഒരു വരുമാന പ്രസ്താവനയുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിന്റെ ഉദ്ദേശം എന്താണ്? ആർക്കൊക്കെ അറിയാം ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശം എന്താണ് എന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കണം. വളരെ കുറച്ച് സമയമേ ഉള്ളൂ, നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ആൻ ഇൻകം സ്റ്റേറ്റ്മെന്റ്? ഏതാണ്? ടു ഷോ ദ
profitability of a business over a period of time. What is the purpose of income statement? Income statement ന്റെ ഉദ്ദേശം എന്താണ്? To show the profitability of a business over a period of time. Option B ആണ് correct answer. അടുത്ത question. What is a drawing? എന്താണ് ഒരു drawing? എന്താണ് ഒരു ഡ്രോയിങ്? ആർക്കൊക്കെ അറിയാം വാട്ട് ഈസ് എ ഡ്രോയിങ് എന്നതിന്റെ ആൻസർ? ആർക്കൊക്കെ അറിയാം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? മണി ടേക്കൺ ഔട്ട് ഓഫ് ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. അതാണ് ഡ്രോയിങ്. മണി ടേക്കൺ ഔട്ട് ഓഫ് ദ ബിസിനസ് ബൈ ദ ഓണർ ഫോർ പേഴ്സണൽ യൂസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ കോൺട്രാ അക്കൗണ്ട്? എന്താണ് ഒരു കോൺട്രാ അക്കൗണ്ട്? പലരും കേട്ടിട്ടുണ്ടാവും കോൺട്രാ അക്കൗണ്ട് എന്ന്. പക്ഷെ എന്താണ് ഒരു കോൺട്രാ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഏതാണ് ആൻസർ? 4 ഓപ്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് കണ്ടുപിടിച്ച്. ഏതാണ് ആൻസർ? കണ്ടുപിടിച്ചോ? ഏതാണ്? An account that decreases with a debit. An account that decreases with a debit. അതാണ് കോൺട്രാ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. The rules of debit and credit for a balance sheet says that dash. അതായത് ബാലൻസ് ഷീറ്റിലെ ഡെബിറ്റ് ക്രെഡിറ്റ് നിയമങ്ങൾ ഡാഷ് എന്ന് പറയുന്നു. എന്താണ് പറയുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പറഞ്ഞേ ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ് ആൻസർ? സി ആണല്ലേ. ഏതാണ്? എ ഡിക്രീസ് ഇൻ ലയബിലിറ്റി ആൻഡ് ഓണേഴ്സ് ഇക്വിറ്റി അക്കൗണ്ട്സ് ഈസ് റെക്കോർഡഡ് ആസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. The rules of debit and credit for a balance sheet says that a decrease in liability and owners equity accounts is recorded as a credit transaction. അടുത്ത question. Company B had Rs 30,000 account receivable from company D. On 26th February, company D made a partial payment of Rs 21,000 to company B. The journal entry made by company B to record this transaction is dash. അതായത് കമ്പനി ബിയുടെ അക്കൗണ്ടിൽ കമ്പനി ഡിയിൽ നിന്ന് 30,000 രൂപ ലഭിക്കാനുണ്ടായിരുന്നു. ഫെബ്രുവരി 26-ന് കമ്പനി ഡിക്ക് കമ്പനി ബി ഭാഗികമായി 21,000 രൂപ നൽകി. ഈ ഇടപാട് രേഖപ്പെടുത്താൻ കമ്പനി ബി നടത്തിയ ജേണൽ എൻട്രി ഡാഷ് ആണ്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായിട്ടുള്ള ജേണൽ എൻട്രി? ഏതാണ്? ഓപ്ഷൻസ് 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. എ ഡെബിറ്റ് ടു ദ അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട് ഓഫ് Rs 21,000. എ ഡെബിറ്റ് ടു ദ അക്കൗണ്ട്സ് റിസീവബിൾ അക്കൗണ്ട് ഓഫ് Rs. ഇൻ അക്കൗണ്ടിംഗ് സൈക്കിൾ ഡാഷ്. അക്കൗണ്ടിംഗ് സൈക്കിൾ ഡാഷ് ആണ്. അക്കൗണ്ടിംഗ് സൈക്കിൾ ഡാഷ് ആണ്. ഏതാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഇൻ ദ അക്കൗണ്ടിംഗ് സൈക്കിൾ ഡാഷ്. ഏതാണ്? ഡി ആണല്ലേ. ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. ബോത്ത് എ ആൻഡ് സി ആർ കറക്റ്റ്. ഏതാണ്? ജേണൽ എൻട്രീസ് ഗെറ്റ് പോസ്റ്റഡ് ടു ദ അപ്രോപ്രിയേറ്റ് ലെഡ്ജർ അക്കൗണ്ട്സ്. സി ഏതാണ്? എ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ജേണൽ എൻട്രീസ് ഗെറ്റ് പോസ്റ്റഡ്. both A and C are correct. In the accounting cycle both A and C are correct. Option D ആണ് correct answer. അടുത്ത ക്വസ്റ്റ്യൻ. ഡിവിഡൻസ്. നിങ്ങൾ ഡിവിഡൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ ഡിവിഡൻഡ് എന്താണ് എന്നതിനെ കുറിച്ച് അറിയത്തില്ല അല്ലേ. ലാഭവിഹിതം ഡാഷ് ആണ്. എന്താണ് ലാഭവിഹിതം? എന്താണ്? ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ്. ബി ഏതാണ്? ആർ റെക്കോർഡഡ് ബൈ ഡെബിറ്റിംഗ് ദ ഡിവിഡൻഡ് അക്കൗണ്ട്. സി ഏതാണ്? ഡിക്രീസ് ഓണേഴ്സ് ഇക്വിറ്റി. അപ്പോൾ ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ്. ഡിവിഡൻസിനകത്ത് ബോത്ത് ബി ആൻഡ് സി ആർ കറക്റ്റ് ആണ്. അപ്പോൾ ഏതാണ് ആൻസർ? ആൻസർ ഡി. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഗെറ്റ്സ് പ്രിപ്പയർഡ് ഫസ്റ്റ്? ഏത് ഫിനാൻഷ്യൽ അക്കൗണ്ട് ആണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം തയ്യാറാക്കുന്നത്? സാമ്പത്തിക പ്രസ്താവനകളിൽ ഏതാണ് ആദ്യം തയ്യാറാക്കേണ്ടത്? ഏതാണ് ആദ്യം തയ്യാറാക്കേണ്ടത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണല്ലേ. ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം തയ്യാറാക്കേണ്ടത്. സാമ്പത്തിക പ്രസ്താവനകളിൽ ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം തയ്യാറാക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ.
Which of the following accounts is never reported in the income statement as an expense? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് വരുമാന പ്രസ്താവനയിൽ ഒരിക്കലും ഒരു ചെലവായി റിപ്പോർട്ട് ചെയ്യാത്തത്? Which of the following accounts is never reported in the income statement as expense? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? ഓപ്ഷൻ എ ആണ്, ഡിവിഡൻഡ് എക്സ്പെൻസ് ആണ് അല്ലെ. ഡിവിഡൻഡ് എക്സ്പെൻസ് താഴെ പറയുന്നതിൽ ഡിവിഡൻഡ് എക്സ്പെൻസ് ആണ് വരുമാന പ്രസ്താവനയിൽ ഒരിക്കലും ഒരു ചെലവായി റിപ്പോർട്ട് ചെയ്യാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, which of the following accounts will never appear in the trial balance? അതായത് താഴെ പറയുന്നതിൽ ഏതാണ് ട്രയൽ ബാലൻസിൽ ഒരിക്കലും ദൃശ്യമാകാത്തത്? ഏതാണ് ട്രയൽ ബാലൻസിൽ ഒരിക്കലും ദൃശ്യമാകാത്തത്? ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്? both A and B are correct. ഏതാണ്? ഇൻകം ടാക്സ് എക്സ്പെൻസസും ഡിവിഡൻസും. ഇൻകം ടാക്സ് എക്സ്പെൻസസും ഡിവിഡൻസുമാണ് will never appear in the trial balance. അതാണ് ട്രയൽ ബാലൻസിൽ ഒരിക്കലും ദൃശ്യമാകാത്തത്. ഏതൊക്കെയാണ്? ഇൻകം ടാക്സ് എക്സ്പെൻസസും ഡിവിഡൻസും. അടുത്ത ക്വസ്റ്റ്യൻ, the long term assets that have no physical existence but are rights that have value are known as dash. The long term assets that have no physical existence but are rights that have value are known as dash. അതായത് ഭൗതികമായി നിലനിൽക്കുന്നതല്ലെങ്കിലും മൂല്യമുള്ള അവകാശങ്ങളായ ദീർഘകാല ആസ്തികളെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ ബി ആണല്ലേ, ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന് വിളിക്കുന്നു. ദ ലോങ് ടേം അസറ്റ്സ് ദാറ്റ് ഹാവ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ബട്ട് ആർ റൈറ്റ്സ് ദാറ്റ് ഹാവ് വാല്യൂ ആർ നോൺ ആസ് ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, the assets that can be converted into cash within a year are known as. അതായത് ഒരു വർഷത്തിനുള്ളിൽ പണമാക്കി മാറ്റാൻ കഴിയുന്ന ആസ്തികളെ ഡാഷ് എന്ന് വിളിക്കുന്നു. എന്താണ് വിളിക്കുന്നത്? എന്താണ് വിളിക്കുന്നത്? കറണ്ട് അസറ്റ്സ് എന്ന് വിളിക്കുന്നു. The assets that can be converted into cash within a year are known as current assets. അടുത്ത ക്വസ്റ്റ്യൻ, the debts which are repaid within a year are known as. അതായത് ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുന്ന കടങ്ങൾ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഒരു വർഷത്തിനുള്ളിൽ തിരിച്ചടയ്ക്കുന്ന കടങ്ങളെ ഡാഷ് എന്നറിയപ്പെടുന്നു. എന്താണ് അറിയപ്പെടുന്നത്? കറണ്ട് ലയബിലിറ്റീസ് എന്നറിയപ്പെടുന്നു. The debits which are repaid within a year are known as current. ഉത്തരമായിട്ട് വരുന്ന ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ടു പ്രൊവൈഡ് എ ക്ലിയറർ പിക്ചർ ഓഫ് ഹൗ പബ്ലിക് ക്യാപിറ്റൽ ഈസ് റൈസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ് എസ്പെഷ്യലി ഇൻ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ്. പൊതുമൂലധനം എങ്ങനെ സമാഹരിക്കുന്നു എന്നും നിക്ഷേപിക്കുന്നു എന്നും പ്രത്യേകിച്ച് പൊതു ഉപയോഗ മേഖലകളിൽ വ്യക്തമായ ചിത്രം നൽകുന്നതിന്. അതാണ് ഡബിൾ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ടു പ്രൊവൈഡ് എ ക്ലിയറർ പിക്ചർ ഓഫ് ഹൗ പബ്ലിക് ക്യാപിറ്റൽ ഈസ് റൈസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ് എസ്പെഷ്യലി ഇൻ പബ്ലിക് യൂട്ടിലിറ്റി കൺസേൺസ്. അടുത്ത ക്വസ്റ്റ്യൻ, which type of organizations primarily adopted the double account system? അതായത് ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഡബിൾ അക്കൗണ്ട് സിസ്റ്റം സ്വീകരിച്ചത്? ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളാണ് പ്രധാനമായും ഡബിൾ അക്കൗണ്ട് സിസ്റ്റം സ്വീകരിച്ചത്? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, പബ്ലിക് യൂട്ടിലിറ്റി അണ്ടർടേക്കിംഗ്സ് ഫോംഡ് അണ്ടർ സ്പെഷ്യൽ ആക്ട്സ് ഓഫ് പാർലമെന്റ്. പാർലമെന്റിന്റെ പ്രത്യേക നിയമങ്ങൾ പ്രകാരം രൂപീകരിച്ച പൊതു യൂട്ടിലിറ്റി സ്ഥാപനങ്ങൾ. അതാണ് ഓർഗനൈസേഷൻസ് പ്രൈമർലി അഡോപ്റ്റഡ് ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, under the double account system the final accounts are typically presented in how many parts? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ കീഴിൽ അന്തിമ അക്കൗണ്ടുകൾ സാധാരണയായി എത്ര ഭാഗങ്ങളായാണ് അവതരിപ്പിക്കുന്നത്? എത്ര ഭാഗങ്ങളായാണ് അവതരിപ്പിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? 2 ഭാഗങ്ങളായാണ് അല്ലേ. 2 ആണ് കറക്റ്റ് ഉത്തരം, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ 2 മെയിൻ
മെയിൻ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർഡ് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കുന്ന രണ്ട് പ്രധാന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലെ, ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ട് ഏതൊക്കെയാണ്? റെസിപ്റ്റ്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ജനറൽ ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിലെ മൂലധന അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്താണ്? മൂലധന അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്താണ്? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ മൂലധന അക്കൗണ്ടിന്റെ ഉദ്ദേശം എന്താണ്? എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ടു ഡീറ്റെയിൽ ഹൗ ഫിക്സഡ് ഓർ ലോങ് ടേം ക്യാപിറ്റൽ ഹാസ് ബീൻ റേസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ്. അതായത് എന്താണ്? സ്ഥിര മൂലധനമോ ദീർഘകാല മൂലധനമോ എങ്ങനെ സമാഹരിച്ചു എന്നും അത് എങ്ങനെ വിനിയോഗിച്ചു എന്നും വിശദമായിട്ട് പറയാൻ. അതാണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? ടു ഡീറ്റെയിൽ ഹൗ ഫിക്സഡ് ഓൺ ലോങ് ടേം ക്യാപിറ്റൽ ഹാസ് ബീൻ റേസ്ഡ് ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ബീൻ യൂട്ടിലൈസ്ഡ്. അടുത്ത ക്വസ്റ്റ്യൻ. How are fixed assets typically shown in the capital account under the double account system? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിലുള്ള മൂലധന അക്കൗണ്ടില് സ്ഥിര ആസ്തികൾ സാധാരണയായി എങ്ങനെയാണ് കാണിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് എങ്ങനെയാണ് സ്ഥിര ആസ്തി അക്കൗണ്ടിൽ എങ്ങനെയാണ് കാണിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കുന്ന മൂലധന അക്കൗണ്ടിൽ സ്ഥിര ആസ്തികൾ സാധാരണയായി എങ്ങനെയാണ് കാണിക്കുന്നത്? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. ഹൗ ആർ ഫിക്സഡ് അസറ്റ്സ് ടിപ്പിക്കലി ഷോൺ ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അറ്റ് ദെയർ ഒറിജിനൽ കോസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർഡ് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കുന്ന റവന്യൂ അക്കൗണ്ടിന്റെ സ്വഭാവം എന്താണ്? റവന്യൂ അക്കൗണ്ടിന്റെ സ്വഭാവം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഇറ്റ് ഈസ് സിമിലർ ടു എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇറ്റ് ഈസ് സിമിലർ ടു എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. Where are items like general reserve and investment fluctuation reserve usually shown in the double account system? അതായത് ജനറൽ റിസർവ്, ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവ് തുടങ്ങിയ ഇനങ്ങൾ സാധാരണയായി ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ എവിടെയാണ് കാണിക്കുന്നത്? ജനറൽ റിസർവും ഇൻവെസ്റ്റ്മെന്റ് ഫ്ലക്ച്വേഷൻ റിസർവും ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ എവിടെയാണ് കാണിക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ, ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ജനറൽ ബാലൻസ് ഷീറ്റ്. ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ജനറൽ ബാലൻസ് ഷീറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹൗ ഈസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് ഡിബഞ്ചേഴ്സ് ട്രീറ്റഡ് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ വായ്പകളുടെയും കടപ്പത്രങ്ങളുടെയും പലിശ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? പലിശ എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ? വായ്പകളുടെയും കടപ്പത്രങ്ങളുടെയും പലിശ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചെയ്യുന്നവർക്കറിയാം, ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായിട്ട് അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ തന്നെ കൃത്യമായിട്ട് ആൻസർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ, ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ നെറ്റ് റവന്യൂ അക്കൗണ്ട്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ് ഇൻ ദ നെറ്റ് റവന്യൂ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. What is a key advantage of the double account system? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ ഒരു പ്രധാന നേട്ടം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. അതിന്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണല്ലേ, ഇറ്റ് ക്ലിയർലി ഷോസ് ഹൗ ക്യാപിറ്റൽ ഈസ് റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. ഇറ്റ് ക്ലിയർലി ഷോസ് ഹൗ ക്യാപിറ്റൽ ഈസ് റേസ്ഡ് ആൻഡ് ഇൻവെസ്റ്റഡ്. അടുത്ത ക്വസ്റ്റ്യൻ. What is the significance of the net revenue account in the double account system? അതായത്
ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ പ്രാധാന്യം എന്താണ്? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തില് നെറ്റ് റവന്യൂ അക്കൗണ്ടിന്റെ പ്രാധാന്യം എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? പെട്ടെന്ന് കണ്ടുപിടിക്കണം. പരീക്ഷയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആലോചിച്ച് കണ്ടുപിടിക്കണം. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഇറ്റ് സമ്മറൈസസ് ദ നെറ്റ് പ്രോഫിറ്റ് ഓർ ലോസ് ആഫ്റ്റർ കൺസിഡറിങ് ഓൾ റവന്യൂ ഐറ്റംസ് ആൻഡ് അപ്രോപ്രിയേഷൻസ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following is typically considered a capital receipt in a public utility undertaking? അതായത് ഒരു പൊതു യൂട്ടിലിറ്റി സ്ഥാപനത്തിൽ സാധാരണയായി മൂലധന രസീതായിട്ട് കണക്കാക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടാവുന്നുള്ളൂ. വളരെ എളുപ്പമാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. പ്രൊസീഡ്സ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ന്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. Proceeds from the issue of new shares and debentures. അടുത്ത question. Which of the following is typically considered a capital expenditure in public utility undertaking? അതായത് ഒരു പൊതു യൂട്ടിലിറ്റി സ്ഥാപനത്തില് സാധാരണയായി മൂലധന ചെലവായി കണക്കാക്കുന്ന ഇനി പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻസ് 4 ഉണ്ട്. ഏതാ ശരി ഉത്തരം? കണ്ടുപിടിച്ചോ? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി ഓർ കൺസ്ട്രക്ഷൻ ഓഫ് ന്യൂ ഇൻഫ്രാസ്ട്രക്ചർ. പർച്ചേസ് ഓഫ് ന്യൂ മെഷീനറി. ഹൗ ഈസ് ഡിപ്രിസിയേഷൻ ടിപ്പിക്കലി ട്രീറ്റഡ് അണ്ടർ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തില് മൂല്യത്തകർച്ച സാധാരണയായി എങ്ങനെയാണ് കണക്കാക്കുന്നത്? മൂല്യത്തകർച്ച സാധാരണയായിട്ട് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിൽ എങ്ങനെയാണ് കണക്കാക്കുന്നത്? ആർക്കെങ്കിലും അറിയാവോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചേ പെട്ടെന്ന്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഇറ്റ് ഈസ് ചാർജ്ഡ് ആസ് ആൻ എക്സ്പെൻസ് ഇൻ ദ റവന്യൂ അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് എ ലിമിറ്റേഷൻ ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം? ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ പരിമിതി എന്താണ്? ആർക്കെങ്കിലും അറിയോ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന്റെ പരിമിതി എന്താണെന്ന്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാ ശരി? ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. ഇറ്റ് മേ നോട്ട് accurately reflect the current financial position due to the historical cost basis of fixed assets. It may not accurately reflect the current financial position due to the historical cost basis of fixed assets. അടുത്ത question. In the capital account, what does the credit side primarily represent? അതായത് മൂലധന അക്കൗണ്ടിൽ ക്രെഡിറ്റ് വശം പ്രധാനമായും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. റെസിപ്റ്റ്സ് ഫ്രം ദ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ആൻഡ് ലോങ് ടേം ലോൺസ്. അടുത്ത ക്വസ്റ്റ്യൻ. In the capital account, what does the debit side primarily represents? അതായത് മൂലധന അക്കൗണ്ടിൽ ഡെബിറ്റ് വശം പ്രധാനമായും എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. പെട്ടെന്ന് കണ്ടുപിടിക്കണം കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. മണി സ്പെൻഡ് ഓൺ അക്വയറിംഗ് ഓർ കൺസ്ട്രക്ടിംഗ് ഫിക്സഡ് അസറ്റ്സ്. മണി സ്പെൻഡ് ഓൺ അക്വയറിംഗ് ഓർ കൺസ്ട്രക്ടിംഗ് ഫിക്സഡ് അസറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. The general balance sheet under the double account system is similar to the balance sheet prepared under the single account system, but it primarily focuses on അതായത് ഈ ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിലുള്ള ജനറൽ ബാലൻസ് ഷീറ്റ് സിംഗിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിൽ തയ്യാറാക്കുന്ന ബാലൻസ് ഷീറ്റിന് സമാനമാണ്. പക്ഷേ ഇത് പ്രധാനമായും എന്തിനെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. കറണ്ട് അസറ്റ്സ്, കറണ്ട് ലയബിലിറ്റീസ് ആൻഡ് അക്യുമുലേറ്റഡ് ബാലൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ. Why was the double account system considered particularly suitable for public utility undertakings? അതായത് പൊതു യൂട്ടിലിറ്റി സ്ഥാപനങ്ങൾക്ക് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം പ്രത്യേകിച്ച് അനുയോജ്യമാണെന്ന് കണക്കാക്കുന്നത്
എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ their operations involve significant long term investments and it provided a clear view of capital utilization. Because their operations involve significant long term investments and it provided a clear view of capital utilization. Option B ആണ് correct answer. അടുത്ത question. Which of the following accounts would typically appear in the general balance sheet under the double account system? അതായത് ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് കീഴിലുള്ള ജനറൽ ബാലൻസ് ഷീറ്റിൽ സാധാരണയായി പ്രത്യക്ഷപ്പെടുന്ന അക്കൗണ്ടുകൾ ഏതാണ്? നിങ്ങൾക്ക് അറിയാവുന്ന അല്ലെ, ഡബിൾ അക്കൗണ്ട് സിസ്റ്റത്തിന് അറിയാവുന്ന ഉദ്യോഗാർത്ഥികൾ കൃത്യമായി ആൻസർ കണ്ടുപിടിച്ചു. ഏതാണ്? സൺട്രി ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ആണ് അല്ലെ. സൺട്രി ഡെപ്റ്റേഴ്സ്